ആഷിഫ് ഏത് ടൈമിലാണ് ഞാൻ 2022 to 2024 ബാച്ചിൽ വന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പോകുന്നു. പിന്നെ വീടിന്റെ അടുത്താണല്ലോ, അപ്പൊ അങ്ങനെ പോന്നു. അപ്പൊ ഇവിടെ വന്നു, അഡ്മിഷൻ എടുത്തു. ഞാൻ ഈവനിങ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. നമ്മൾക്ക് ഇതിനെ കുറിച്ച് ബേസിക് ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് ഇവിടുത്തെ മിസ് ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ നല്ല സപ്പോർട്ട് ആയിരുന്നു. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി അതിന്റെ ബേസിക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബേസിക് അറിയില്ല, അവരെല്ലാം താറായിട്ട് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ എക്സാം ടൈമിലും പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ നമുക്ക് അവര് സ്പെഷ്യൽ ഒരു ടൈം നമ്മളെ ടൈം ചോദിച്ചിട്ട് അവര് നമുക്ക് വേണ്ടി അവരെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവര് വന്നിട്ട് അതുപോലെ അവരുടെ അടുത്ത് ഒരുപാട് കടപ്പാടുണ്ട്. ഞാൻ ലൈൻമാനായിട്ടാണ്. ഞാനിപ്പോ 2010 ബാച്ചാണ്. അതിന്റെ അടുത്ത് ഈ ഗൾഫിലേക്ക് പോയപ്പോ ഒരു 5 വർഷത്തെ വന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് വന്നു. നമ്മുടെ 2 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം കിട്ടിയത്? ഗുണം കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10% കോട്ട ഉണ്ടാവും. അപ്പൊ അതില് പ്രൊമോഷനിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർസിയർ ആയിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ ഇതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും വലിയ ഗുണമാണ്. പിന്നെ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് എനിക്ക് ഒരു 5 വർഷം മൈനസ് കൊടുക്കുന്നത് സീനിയർ ടീം. അപ്പൊ നമുക്ക് അതിനാൽ ഇത് കവർ ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസത്തിലാണ് ഇതിലേക്ക് വന്നത്. വളരെ ബെറ്ററാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനെ കുറിച്ച് ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ല. മാത്തമാറ്റിക്സ്, സയൻസ് ഒക്കെ ഇത് നമ്മള് ഒരു ചെറിയ ക്ലാസ്സിൽ അന്ന് പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ നമുക്കുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഡ്രോയിങ് ആയിക്കോട്ടെ നമുക്ക് വേണ്ടി നമുക്ക് ഇത്തിരി ഇതിലെ ബാക്കിലേക്ക് പോവാണെങ്കിൽ അവര് നമുക്ക് വേണ്ടി ചെയ്യും. അതുപോലെ സ്റ്റേഷനറീസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേഷനറീസ് സനൽ സാറൊക്കെ അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാരണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവര് നമുക്ക് പറഞ്ഞു തരാൻ. ഞങ്ങള് 18 പേരും പാസ്സായി. എല്ലാവരും പാസ്സായി. അതാണ് ഞങ്ങളെ വിജയം. അതന്നെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും ചോദിച്ചായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെ അവര് പ്രത്യേകം നമുക്ക് ടൈം തരും. അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊക്കെ ഒരുപാട് നന്ദിയുണ്ട് മാനേജ്മെന്റിനും സ്റ്റാഫിനും. ഞങ്ങളും തിരിച്ചു ഞങ്ങളൊപ്പം നിങ്ങളും കൂടെ നിന്നല്ലോ. ഓക്കെ, താങ്ക്സ്.